ഹലോ ഹലോ, ഇന്ത്യ ആണോ? ഹലോ ആ അതെ ഞാൻ മംഗളത്തിൽ നിന്ന് വിളിക്കായിരുന്നേ. പേര് മിഥുന. ആ ആരാ? പേര് മിഥുന. നമ്മുടെ കൊച്ചിന്നാ വിളിക്കുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയായിരുന്നു. നമ്മളന്ന് ബിജു രമേശിനെ കാണാനായിട്ട് പോയില്ലായിരുന്നോ? ആ അത് എന്തോ ഒരു തെളിവ് നൽകാനാണെന്ന് പറഞ്ഞിരുന്നില്ലേ? അത് എന്താന്ന് വല്ലതും അതെന്താണെന്ന് വല്ലതും വെളിപ്പെടുത്താൻ. അല്ല, എന്റെ കേസിന്റെ ചാർജ് ഒന്നും കൊടുത്തിട്ടില്ല ഇതുവരെ. അത് ആ എന്റെ ഒരു കേസിന് 3 കേസുണ്ട്. 3 കേസിന് ചാർജ് ഒന്നും ഇതുവരെ കൊടുത്തിട്ടില്ല. അത് പിന്നെ അതൊരു IPS ഉദ്യോഗസ്ഥർ തന്നെ എന്നോട് പറഞ്ഞ കേസ് റഫറായി പോവും. താമസത്തിലെ സാക്ഷികളോ തെളിവുകളോ പിന്നെ എന്താണ് സാധനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടുപിടിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല, റഫറായി പോകും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണോ വേറെ എന്തെങ്കിലും കാര്യം കൊണ്ടാണോ ഇനി ഞാനിനി അടങ്ങിയിരിക്കണം അതിന് വേണ്ടിയിട്ടുള്ളതാണോ എന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ജോസ് കെ മാണിക്ക് ഒരു ഷോപ്പിംഗ് മാൾ ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നതല്ലേ. അപ്പൊ അതിന്റെ അത് വല്ല ആണോ പറയാൻ ഉദ്ദേശിച്ചതെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. ജോസ് കെ മാണിക്ക് ഷോപ്പിംഗ് മാളിന്റെ ആരാ പറഞ്ഞത്? അങ്ങനെ നമ്മളോട് വേറൊരു കക്ഷിയാണ് പറഞ്ഞത്. നമ്മുടെ സുഹൃത്താ പറഞ്ഞത്. അതിന്റെ വല്ല ഡീറ്റെയിൽസും ആയിരുന്നോ അത് കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത്? അല്ല, ഇനിയിപ്പോ ഞാനേ എന്റെ കേസിന്റെ ഫൈനൽ എന്താണ് സംഭവം എന്ന് അറിഞ്ഞിട്ട് ഇത് ചെയ്യാൻ വേണ്ടിട്ടാണ്. അതെല്ലേ. അല്ല, നമുക്കത് അങ്ങനെ വല്ല അറിയാമെങ്കിൽ നമ്മൾ ആ രീതിയിൽ കൊടുക്കാതെ അല്ലാതെ കൊടുക്കായിരുന്നു. ഇന്ത്യ പറഞ്ഞാണെന്ന് പറഞ്ഞു കൊടുക്കാതെ. ജോസ് കെ മാണിക്ക് കോയമ്പത്തൂർ സിറ്റിയിൽ തന്നെ 1.5 കോടി രൂപ എങ്ങാണ്ട് കിട്ടുന്ന 1.5 കോടി രൂപ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ ഒരു ഷോപ്പിംഗ് മാൾ ഉണ്ട്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അതിന്റെ പേരറിയാമോ ഷോപ്പിംഗ് മാളിന്റെ? അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി, ഡോക്ടർ അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി അജയ് പറയുന്നവരുണ്ട്. അതെയോ? ഞാൻ ഈ സംസാരിക്കുന്ന റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അങ്ങനെ ഒരിക്കലും നമ്മൾ പറയാതെ ഒരു കാര്യം പുറത്തുവിടുന്നില്ല. ഹലോ, അപ്പൊ ഞാൻ ഈ സംഭവം ആണോ എന്നറിയാൻ വേണ്ടിയായിരുന്നു വിളിച്ചത്. അങ്ങനെ സംഭവം ഉള്ളത് സത്യം തന്നെ. ഉണ്ടെന്ന് ഞാനും കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതിനെപ്പറ്റി വല്ല അറിയാമോന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. മാത്രമല്ല, നിങ്ങൾ അജയ് തറകലിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്ക്. ഉമ്മൻചാണ്ടിയുടെ 2 മക്കളുണ്ട്, മോന്റെയും മോളുടെയും. ഏത് മോളാണെന്ന് കൃത്യമായിട്ട് എനിക്കറിയത്തില്ല. 2 പെൺകുട്ടികളാണല്ലോ. ഒരു മകന്റെയും ഒരു മകളുടെയും പേരിലുള്ള ഒരു വസ്തു കഴിഞ്ഞ 2-1.5 വർഷത്തിനുള്ളില് മമ്മൂട്ടിയുടെയും ഭാര്യ ശില്പത്തിന്റെയും പേരിലുള്ളൊരു വസ്തു, അത് സോഴ്സാണ് അതിന്റെ പേര്. അത് ഇവരുടെ പേരിലോട്ട് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. മമ്മൂട്ടി വിറ്റ പ്രോപ്പർട്ടി മമ്മൂട്ടിയുടെ മോനും ഉമ്മൻചാണ്ടിയുടെ മോനും മോളും കൂടാണ് വാങ്ങിക്കുന്നത്. അജയ് തറയുടെ എല്ലാത്തിന്റെ ഫോട്ടോസ്റ്റാറ്റ് ഇരിപ്പുണ്ട്. എല്ലാ ഡോക്യുമെന്റ്സിന്റെ ഫോട്ടോസ്റ്റാറ്റ് ഇരിപ്പുണ്ട്. ഞാൻ അദ്ദേഹത്തെ കഴിഞ്ഞ 2 മാസം മുന്നേ കണ്ടിരുന്നു. ഞങ്ങൾ അതിനെ കുറിച്ച് സംസാരിച്ച സമയത്ത് എനിക്കിപ്പം പുറത്തോട്ട് ഇറങ്ങി ഒരു പ്രശ്നം ഉണ്ടാക്കാൻ സാധിച്ചില്ല. കാര്യം ഈ ബിജു രമേശിനെ എന്നെ കാണാനായിട്ട് ഞാൻ കാലത്ത് ഒരു 10:30, 9:00, 10 മണി മുതൽ അങ്ങനെ വിളിച്ചു വരുന്നതാ. കൃത്യം 4:15 ആയപ്പോ അയാളുടെ വീട്ടിൽ ചെല്ലാൻ പറഞ്ഞിരുന്നതാ. അപ്പൊ അവിടെ ഈ ചാനലുകാരൊക്കെ നിൽക്കണമെന്ന് പുള്ളിക്ക് അറിയാന്നുണ്ടെങ്കിൽ എന്നെ ആ സമയത്ത് വിളിക്കാൻ പാടില്ലായിരുന്നു. ഞാനവിടെ ചെന്ന സമയത്ത് ലാലെന്ന് പറഞ്ഞ ഒരാളെ എന്നോട് സംസാരിച്ച. ലാലെന്ന് പറഞ്ഞ ആള് പറഞ്ഞു എന്നോട് പറഞ്ഞാൽ മതി പുള്ളിയോട് പറയാനുള്ളത്. പുള്ളി സ്ഥലത്തില്ലെന്ന് പറഞ്ഞു. പുള്ളി സ്ഥലത്തില്ലെങ്കിൽ ഈ ചാനലുകാരൊക്കെ പുള്ളിയുടെ വീടിന്റെ ഭാഗത്ത് നിൽക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇത്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് പുള്ളിയാണ്. അപ്പൊ എന്നോട് ഏകദേശം ഒരു 15 മിനിറ്റോളം ലാല് സംസാരിച്ചു. അവരുടെ വീടിനകത്ത് കയറിയിരുന്ന ലാലെന്ന് പറയുന്ന ആള് സംസാരിച്ചു. അപ്പൊ പറഞ്ഞു ഡോക്യുമെന്റ്സ് തരാൻ പറഞ്ഞു. ബിജു രമേശിനെ എനിക്ക് നേരിട്ട് അറിയില്ല, ഈ ചാനലിൽ കൂടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആളെ കണ്ടാൽ ഞാൻ തരാം, ആളുടെ കൈ കൊടുത്തോളാന്ന് പറഞ്ഞു. അപ്പൊ ആളില്ല, വേറെ ദിവസം വിളിച്ചിട്ട് വന്നാൽ മതി, ഇപ്പൊ ചാനലുകാരൊക്കെ ഫ്രണ്ടിലുണ്ട് എന്ന് പറഞ്ഞ് പുറത്തെ വേറൊരു വഴിക്ക് തന്നെ പുറത്തിറക്കി. അപ്പം പുള്ളി കാണിക്കാൻ മിസ്റ്റേക്കാ. പുള്ളി തന്നെ പറഞ്ഞാൽ മതിയായിരുന്നു ഇന്ന് വരേണ്ട 2 ദിവസം കഴിയട്ടെ, ഞാൻ വർഷത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് അത്ര ഇഷ്യൂസ് ഉണ്ടാകത്തില്ലായിരുന്നു. എനിക്കും ചാനലുകാരുടെ മുന്നിൽ ചെല്ലുന്ന ഓർക്കാൻ ഒരു താല്പര്യമില്ല. എല്ലാവരും കൂടെ മുന്നിൽ വന്ന് നമ്മളെ വളഞ്ഞു കഴിയുമ്പോൾ പിന്നെ പേടിച്ചോടാനോ നാണം കുണങ്ങാനോ എല്ലാം കിട്ടത്തില്ല. എന്നാലും ഞാൻ ഈ നമ്പർ സേവ് ചെയ്തോട്ടെ. ഇവിടെ പേരെങ്ങനെ? എന്റെ പേര് മിഥുൻ. മംഗളത്തിനല്ലേ? എറണാകുളത്തുനിന്ന് തന്നെ ഉള്ള ആളല്ലേ? അതെ. ക്രൈം ഞാൻ വിളിക്കാം. എന്റെ കുറച്ച് ഡോക്യുമെന്റ്സ് ഉണ്ട്. പക്ഷെ അത് ഒരാൾക്ക് മാത്രമായിട്ടല്ല,
കൊടുക്കുമ്പോ 2-3 ചാനലിനായിട്ട് ഞാൻ കൊടുക്കും. അത് ഇപ്പോഴല്ല എന്റെ സ്റ്റേജ് അറിഞ്ഞിട്ട്. മറ്റേ വണ്ടിയെല്ലാം ഞാൻ എടുത്തു. വണ്ടികളെല്ലാം ഞാൻ റിലീസ് ചെയ്തു. സ്വർണ്ണമൊക്കെ മിസ്സായിട്ട് കുറെയൊക്കെ. അത് പോലീസുകാരി പെണ്ണുങ്ങളൊക്കെ തന്നെ എടുത്തതായിരിക്കും. അവളുമാർ അന്നേ അത് കൈപ്പിടിച്ച് ഞെരടി നോക്കുന്നുണ്ടായിരുന്നു. ഈ ഫാൻസി പോലത്തെ സാധനങ്ങളല്ലേ, ഡയമണ്ടിന്റെ സ്റ്റോണും അതും ഇതൊക്കെ അല്ലേ. അത് വേണമെങ്കിൽ നമുക്ക് ഒരെണ്ണം കൊടുക്കാറുണ്ടല്ലോ. അല്ല, അന്ന് ചാനൽ ഏതൊക്കെ പത്രത്തിലെ ന്യൂസ് വന്നിരുന്നു. ഏതൊക്കെ പത്രത്തിലെ ന്യൂസ് വന്നിരുന്നു. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കുന്നുട്ടോ. എന്തെങ്കിലും എല്ലാം നല്ല വാർത്തകൾ തന്നെ ഞാൻ തരാം. പക്ഷെ എനിക്ക് കുറച്ച് സമയം തരണം. ഓക്കെ കുഴപ്പമില്ല. ഇപ്പൊ ഏതാണ്ട് റിസോർട്ടല്ലേ? ഞാനാണോ? ഞാൻ KHV ടോക്സ് എന്ന് പറഞ്ഞൊരു കമ്പനി നടത്തുവാണ് ഇപ്പൊ. അതല്ലേ? ഓക്കെ ഞാൻ വിളിച്ചോളാം. എല്ലാവരുടെയും നമ്പർ എന്തെങ്കിലും ഉണ്ട്. എന്റെ മൊബൈൽ എല്ലാവരുടെയും നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. ഞാൻ സേവ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ